എല്ലാ വാഹനപ്രേമികൾക്കും ഒരു വണ്ടി ഉണ്ടാവും ജീവിതത്തിൽ. വളരെയധികം ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ച് ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ഒരു ചങ്ക് വണ്ടി എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ട് അതേപോലെ ഒരു വണ്ടി. ഈ ഒരു പ്രോജക്റ്റ് പൾസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൾസർ റോഡ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പൾസറിൻ്റെ ടെസ്റ്റും കൂടെ വരികയാണ്. അപ്പം ടെസ്റ്റിന് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, ഒരുപാട് പാർട്സ് മിസ്സിംഗ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാർട്സ് മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ പാർട്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യണം. കഴിവതും നമ്മൾ ഇതിനകത്തുള്ള പഴയ പാർട്സ് തന്നെ നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കഴിവതും വീട്ടിൽ തന്നെ ഇത് ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് കാണാം. വണ്ടിയിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി കലക്കിയിട്ട് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. കാരണം അതിനകത്ത് കുറച്ച് താമസക്കാരുണ്ട്, പല്ലി അങ്ങനെയുള്ള കുറച്ച് താമസക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഇറക്കി വിടാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി വെള്ളം കുടഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണാം. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാം, പ്ലാസ്റ്റിക്സ് ഒക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ സ്വിച്ചുകൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. തന്നെയല്ല, അത്യാവശ്യം തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. സൈലൻസർ അവിടെ ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ താമസക്കാരുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ടെയിൽ ലൈറ്റ് ഞാൻ നേരത്തെ LED ആക്കിയിട്ടുണ്ട്. അത് മാറ്റണം. കാരണം അത് ഇപ്പോൾ ഒരു മോഡിഫിക്കേഷനായിട്ട് കണ്ട് ടെസ്റ്റ് പാസ്സാവാതെ വരും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നമുക്ക് നോർമൽ ലൈറ്റ് വെക്കണം. അതുപോലെ നമ്മുടെ ടയറുകൾ 2 ടയറുകൾ മാറണം. അതിപ്പം ശോചനീയാവസ്ഥയിലാണ്. ഇത് പണ്ട് കാണിച്ച കുരുതകേണ്ടയാണ്. ടയറിൻ്റെ നടുഭാഗം മാത്രം തേഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് വാഹനപ്രേമികൾക്കറിയാം. ബോഡി കളറിലൊന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം തന്നെ ഒരു ഗ്രേ കളറായിട്ടുണ്ട്. തന്നെയുമല്ല, നമ്മുടെ സൈഡിലുള്ള മെറ്റൽ പാർട്ടെല്ലാം ഫൂട്രസ്റ്റ് വരുന്ന മെറ്റൽ പാർട്ടൊക്കെ തുരുമ്പിച്ചിട്ടുണ്ട്. ചെയിൻ ബോക്സ് ഒക്കെ തുരുമ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം, ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കണം. പിന്നെ നല്ലൊരു പ്രഷർ വാഷ് ഇതിന് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, വണ്ടി സ്റ്റാർട്ടാവും, നമ്മുടെ ചോക്കിൽ സ്റ്റാർട്ടാവും. ചോക്ക് പിടിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓണായി നിൽക്കും. ചോക്ക് മാറ്റിയ അപ്പോൾ തന്നെ വണ്ടി ഓഫായി പോയി. ഐഡ്ലിംഗ് ഒന്നുമില്ല. അപ്പോൾ അത് പക്ഷേ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ വണ്ടി ഓഫായി പോകും. അപ്പോൾ അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് അറിയാമെന്നുള്ളത് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. RPM മീറ്ററും വർക്ക് ചെയ്യുന്നില്ല. ആക്സിലേറ്റർ കൊടുക്കുമ്പോഴൊന്നും വർക്ക് ചെയ്യുന്നില്ല. ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല, ഓഫായി പോയെങ്കിലും RPM മീറ്റർ അനങ്ങുന്നില്ല. അപ്പോൾ ചോക്കിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. ചോക്ക് ഓഫായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വണ്ടി ഓഫായി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആക്സിലേറ്റർ കൊടുത്ത് കാണിക്കാം. ആക്സിലേറ്ററിന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓഫാവുമെന്ന് കാണിക്കാം. അപ്പോൾ പ്രോജക്റ്റ് പൾസറിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവും, ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, ബൈക്കിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിവുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിപ്ലൈ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക. അതിനെ ഒരുപാട് സഹായിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ